ക്രിസ്മസിൻ്റെ ദിവസമാണ് 25-ാം തീയതി. ഒന്ന് നമ്മൾ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പലരും ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് കുറേ വലിച്ചു കയറ്റുന്നുണ്ട്. അപ്പോൾ വലിച്ചു കയറ്റുന്നതിൽ പ്രത്യേകിച്ച് ആൽക്കഹോളിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതൊരു ലിമിറ്റഡ് ഉള്ളൂ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 30 മില്ലിയെ പാടുള്ളൂ എന്നാണ്. പക്ഷെ 30 മില്ലിയോണ്ട് ഒന്നാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആൾക്കാർ 30 അല്ല 300 അല്ല 700 അതിൻ്റെ അപ്പുറത്തും പോകാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ലിവർ നമ്മൾ ഡാമേജ് കഴിഞ്ഞാൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. പക്ഷെ അതിനെ റിവേഴ്സ് ചെയ്യാൻ നല്ലൊരു പ്രൊഡക്റ്റ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിലുണ്ട്. കുർക്കുമ എലിക്സോർ എന്നാണ് അതിനെ പറയുക. ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ചെറിയ ടിപ്സും പറയാം. അപ്പോൾ ലിവർ സിറോസിസ് അങ്ങനെയുള്ള പിടിച്ചിരിക്കുന്ന വ്യക്തി കുർക്കുമ എലിക്സോർ എന്ന് മാത്രമല്ല, അവർക്ക് വേണമെങ്കിൽ ഈവൻ എത്ര വലിയ വഷളായ സ്റ്റേജിലാണെങ്കിൽ അതിൻ്റെ കൂടെ ലിവാക്സ് പ്രോ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കൂടെ ഞാൻ കൊടുക്കാറുണ്ട്. അതല്ലാതെ തന്നെ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. മാവിൻ്റെ തളിരല നന്നായിട്ട് അത് ഒരെണ്ണങ്ങനം എല്ലാ ദിവസവും രാവിലെ നന്നായിട്ട് ചവച്ച് കഴിച്ചാൽ അതും നമുക്ക് സിറോസിസിന് വളരെ നല്ലതാണ്. ഇതേ പ്രകാരം തന്നെ കിഴാർനെല്ലി നമ്മളൊരു പിടി നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ റെഗുലർലി കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഫാറ്റി ലിവർ, അനേക സ്ത്രീകൾക്ക് ഫാറ്റി ലിവർ അല്ലേ. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം ആൽക്കഹോൾ അല്ല, നമ്മൾ കഴിക്കുന്ന കെമിക്കൽ ആഹാരം കാരണം കൊണ്ടാണ്. ഇപ്പോൾ ഈ ഫാറ്റി ലിവറിന് പോലും വളരെ നല്ലൊരു ഓപ്ഷനാണ് ലിവാക്സ് പ്രോ, അതേപ്രകാരം കുർക്കുമ എലിക്സോർ. അപ്പോൾ അത് രണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ വീഡിയോൻ്റെ താഴത്ത് ഞാൻ ഇതിനോട് ഒരു ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ ഡെപ്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഒന്ന് മാത്രം മനസ്സിലാക്കാം, വളരെ സിവിയർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് മെഡിക്കൽ ഓപ്ഷൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇത് വീട്ടിൽ ചെയ്യാവുന്ന ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ്. ആർക്കും ഏത് പ്രായക്കാർക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സപ്ലിമെൻ്റാണ്. അങ്ങനെ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഫുൾ ഡെപ്തിൽ നിങ്ങൾക്ക് അതിൻ്റെ കവറേജ് കിട്ടുന്നതായിരിക്കും. കെയർ ഫോർ യുവർ ലൈഫ് ഒന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഞാനുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബം വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാലാണ് എൻ്റെ കുടുംബം സേഫായി മാറുള്ളൂ. അവർ ആശ്രയിക്കുന്നത് എന്നെയാണ്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.